ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. റോമാ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണിക്കൂർ ദൈവം അംഗീകാരമുദ്ര വെച്ചിട്ടുള്ള മണിക്കൂറാണ്. ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ ദൂതുകൾ ശ്രവിക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിച്ച് അനാദി മുതലേ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണിത്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ദൈവമായ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമായ അനേകം വ്യക്തിയുടെ അനുഭവങ്ങളിൽ ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ജോസഫ്. ഞാൻ പാലായിൽ നിന്നാണ് ഇത് എഴുതുന്നത്. 2 വർഷത്തോളമായി ഷാലോം TV-യിൽ സംപ്രേഷണം ചെയ്തു വരുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾ. ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളാണ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നത്. ഒരു അനുഭവം നിങ്ങളെല്ലാവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഏതാണ്ട് 1.5 വർഷമായി പിണക്കത്തിലായിരുന്നു. ഭാര്യയും കുഞ്ഞും വിദേശത്താണ്, ഞാൻ മാത്രം ഇവിടെ. അങ്ങനെ 2 പേരും വേർപെട്ട് കഴിയുകയാണ്. മിണ്ടാനോ ഫോൺ വിളിക്കാനോ കോണ്ടാക്റ്റിന് ഒരു നിവൃത്തിയില്ലാതെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾ വീർപ്പുമുട്ടുകയായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പിണക്കം ഓരോ മാസം കഴിയുന്തോറും കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥിരമായി അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ കുടുംബ പ്രശ്നം സമർപ്പിച്ച് പരിഹരിച്ച് തരണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. അഭിഷേകാഗ്നി പ്രഭാഷണത്തിലെ ഓരോ പ്രഭാഷണങ്ങളും നന്മയിൽ വളർന്ന് ജീവിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു വീക്ഷണം നൽകി. എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മ ബോധ്യം നൽകി. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കേണ്ടതിനെക്കുറിച്ച് പരിശുദ്ധാത്മ എനിക്ക് ശക്തി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി 2010 നവംബർ മാസം 7-ാം തീയതി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാം തീർന്നപ്പോൾ രാത്രിയിൽ എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് ഞങ്ങൾ വലിയ സ്നേഹത്തിലായി. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സ്നേഹവും ഐക്യവും കളിയാടുകയാണ്. ദൈവത്തിൻ്റെ ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ കുടുംബജീവിതം തിരികെ തന്ന കർത്താവിന് ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാലായിൽ നിന്ന് ജോസഫും കുടുംബവും അവരുടെ അനുഭവം എഴുതി അറിയിക്കുകയാണ്. നോക്ക്, 1.5 വർഷമായി പിണങ്ങിയിരുന്നെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും ആ വാശിയുടെയും പിണക്കത്തിൻ്റെയും ആ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ച പോലെ അതിങ്ങനെ കത്തി ആളി പടരാൻ തുടങ്ങി. വെറുപ്പ്, നീരസം, ഭിന്നത, അകൽച്ച. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകാഗ്നി സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി തിന്മകളെല്ലാം ചാമ്പലായി, വിടുതലുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ
ഞാനും നിങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്നാൽ അവിടെ വലിയ അത്ഭുതമുണ്ട്, വലിയ ദൈവിക ഇടപെടലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇരിക്കുന്ന നിരവധി വ്യക്തികൾക്ക് ഈ കാര്യത്തോടൊരു താല്പര്യമില്ലാതെ പുച്ഛത്തോടുകൂടി ഇരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവരെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. ദൈവമക്കളെ, ദൈവമായ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ അത്ഭുത അഭിഷേകം ഇറക്കുന്ന ഈ സമയത്ത്, വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും അഭിഷേകം ചൊരിയുന്ന സമയത്ത് എളിമപ്പെടുക, ഹൃദയം തുറക്കുക. ഒരുപക്ഷെ കന്യകയെ ആലിംഗനം ചില ഷണ്ടൻ വിലപിക്കുന്നത് പോലെ ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു അനുഭവം കിട്ടാതെ വേദനിക്കുന്നൊരു അന്തരീക്ഷമാകാം. ഹൃദയത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങളോടുള്ളൊരു ആഗ്രഹം നഷ്ടപ്പെട്ട് മരവിച്ചു പോയ ഹൃദയമായിരിക്കാം, തകർന്നു പോയൊരു അന്തരംഗമായിരിക്കാം, വിശ്വാസം മങ്ങിപ്പോയൊരു അവസ്ഥയായിരിക്കാം. പൈതലേ, ദൈവ പൈതലേ, നീ എളിമപ്പെട്ട് കർത്താവിനെ വിളിച്ചാൽ ദൈവം തൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഇറക്കി വിശ്വാസം മേഖലയുടെ മരവിപ്പെടുത്തു മാറ്റും. 2 കരങ്ങൾ ഉയർത്തി, വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നാളുകളായി പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, നാളുകളായി വിശ്വാസം മങ്ങിപ്പോയവര്, നാളുകളായി ഉണർവ് നഷ്ടപ്പെട്ടവര്, ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവര്, അനുഭവങ്ങൾ കിട്ടാത്തവര്, അങ്ങനെയുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട ഈ 10,000ങ്ങളിലേക്ക് മടങ്ങി വരണമേ. അഗ്നിയിൽ അഭിഷേകം അയക്കണമേ, ഹൃദയങ്ങളെ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ ഉണർത്തണമേ, പരിശുദ്ധാത്മാവേ, സമൂഹങ്ങളെ ഉണർത്തണമേ, ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ വലിയ ഉണർവ്, അഭിഷേകം, ഉണർവിൻ കൊടുക്കാറ്റേ, ഉണർവിൻ കൊടുക്കാറ്റേ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുക്കാറ്റേ വീശണമേ വീണ്ടും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുഞ്ഞു മക്കളുടെ മേൽ അഭിഷേകം നിറയ്ക്കണമേ, വിദ്യാർത്ഥിന് അഭിഷേകം നിറയ്ക്കണമേ. കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, സമർപ്പിതർ, വൈദികർ, ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മേലധികാരികൾ, രാജ്യത്തിന്റെ അധികാരികൾ, MLA-മാർ, MP-മാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സകലരുടെ മേൽ അഭിഷേകം നിറയ്ക്കണമേ. ഓരോരുത്തരും ജീവിതാന്തസ്സിനനുസരിച്ച് അഭിഷേകം നിറയ്ക്കണമേ. ഓരോരുത്തരും കുടുംബ സാഹചര്യങ്ങൾക്ക് അഭിഷേകം നിറയ്ക്കണമേ. ഓരോരുത്തരും ആത്മീയ അന്തരീക്ഷത്തിലേക്ക് അഭിഷേകം നിറയ്ക്കണമേ. ഓ ദൈവമേ, അഭിഷേകം പകരണമേ, ഉണർവ് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുലിഖിതം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുവീൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തുകയാണ്. ഓരോരുത്തരും ചിലത് അർഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും എല്ലാം അർഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ചിലത് അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ഞാനും നിങ്ങളും കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാജ്യത്തിൻ്റെ അധികാരികൾ എന്ന നിലയിൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അവകാശപ്പെട്ട ഒരു സംഗതിയുണ്ട്. അത് നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനും നിങ്ങളും, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
നമുക്കായി ദൈവം നിയോഗിച്ചാക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടിയും നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി നീതി പാലനം നടത്തുന്നവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടിയും ന്യായാധിപന്മാർക്ക് വേണ്ടിയും MLA-മാർക്ക് വേണ്ടിയും MP-മാർക്ക് വേണ്ടിയും മന്ത്രിമാർക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും പ്രഭുക്കന്മാർക്ക് വേണ്ടിയും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 61-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവദാസൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഹൃദയം അങ്ങോട്ട് തുറന്നങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ, രാജാവിന് ദീർഘായുസ് നൽകണമേ, അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ, ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. നോക്ക്, ഒരു പ്രജ ദൈവസന്നിധിയിൽ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ രാജാവിന് ദൈവസന്നിധിയിൽ അവൻ പ്രിയങ്കരനായിരിക്കണം. നോക്കുക, ഹൃദയത്തിൻ്റെ ആഗ്രഹം. എൻ്റെ രാജാവ്, എൻ്റെ ഭരണാധികാരി, അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനം വേണം, അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയനായിരിക്കണം, അവന് ദൈവത്തിൻ്റെ മുമ്പിൽ അവന് സ്ഥാനം. മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മരണശേഷം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് നിക്ഷേപം, നിത്യജീവിതം വേണമെന്ന് പറഞ്ഞ് അവനെ ദൈവസന്നിധി സ്ഥിരപ്രതിഷ്ഠ നൽകണമേ എന്ന് പറഞ്ഞ് ഒരു പ്രജ രാജാവിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൻ ആയുസ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ സ്ഥാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ചിന്തിച്ചു നോക്കിയേ, അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. കമാൻഡോകൾ അവനെ കാത്തു സൂക്ഷിക്കട്ടെ എന്നല്ല ഒരു പ്രജ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ കാരുണ്യവും അവിടുത്തെ വിശ്വസ്തതയും ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് ചുറ്റിലും എപ്പോഴും നൽകണമേ. അങ്ങയുടെ കടാക്ഷം എപ്പോഴും ഞങ്ങളുടെ ഭരണാധികാരികൾ ഉണ്ടാകണമേ. അങ്ങയുടെ സമാധാനം എപ്പോഴും ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നൽകണമേ. അവർ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? ദൈവത്തിൻ്റെ പ്രേരണകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻസ്, ഉത്തേജനങ്ങൾ അവരുടെ മനസ്സിൽ അപ്പോൾ തന്നെ ദൈവം കൊടുക്കാൻ തുടങ്ങും. അവർക്കൊരു സമാധാനം ഉണ്ടാവും. നല്ല നല്ല നിയമങ്ങൾ, ജനത്തിന് ഉപകാരപ്രദമായ ദൈവീകമായ അന്തരീക്ഷം ആ രാജ്യത്തുണ്ടാകാൻ ആ ഭരണാധികാരികളിലൂടെ ദൈവം ഇടപെടും. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് എവിടെയാണോ ജനങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിച്ചത് അവിടുത്തെ ഭരണാധികാരികളാണ് വളരെ ദൈവികമല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി ലോകത്തിൽ നാശകരമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത്. ജനം പ്രാർത്ഥന ഉപേക്ഷിച്ച രാജ്യങ്ങളിലാണ്. ഹല്ലേലൂയ. ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഭരണാധികാരികളുടെ ആ നിയമനിർമ്മാണ ആ ഉത്തരവാദിത്തമുള്ളവരുടെയൊക്കെ മേഖലകളിൽ ഒരു മൂല്യബോധവും ഒരു ശ്രദ്ധയും ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊരു ചിന്തയെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ രാജ്യത്തിലെ ജനങ്ങൾ, സിംഹമാകും ജനങ്ങൾക്കും ദൈവവിശ്വാസവും പ്രാർത്ഥനയുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കുക. അതിൽ ജനങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിച്ച രാജ്യങ്ങളിലെ ഭരണകർത്താക്കന്മാർ അവർ നിയമനിർമ്മാണ സഭ കൂടുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും നാശകരമായ തീരുമാനങ്ങൾ, ദൈവവചന വിപരീതമായ നിയമങ്ങൾ, അങ്ങനെ ദൈവദോഷപരമായ നിയമങ്ങൾ ഉണ്ടാക്കി വലിയ നാശത്തിന് കളമൊരുക്കുന്നത് ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ദൈവത്തിൻ്റെ ജനം അവർ താന്തോന്നികളായി, തന്നിഷ്ടക്കാരായി, ഗർവിഷ്ഠന്മാരായി, പാപം ചെയ്ത് ഞെളിഞ്ഞു നടന്ന് അങ്ങനെ തുടരെ പ്രവാചകന്മാരെ അയച്ചപ്പോഴും ദൈവവചനത്തോട് പുച്ഛത്തോടും നിന്ദയോടും കൂടെ വ്യാപരിച്ച് അങ്ങനെ
ദൈവത്തിൻ്റെ വചനത്തോട് ധിക്കരിച്ചത് കൊണ്ട് അവർ ബാബിലോൺ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അങ്ങനെ BC 587 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ വന്ന് യൂദയായെ തകർത്ത് തരിപ്പണമാക്കി, ദേവാലയം ചുട്ട് കരിച്ച്, മണിമന്ദിരങ്ങളെല്ലാം ചാമ്പലാക്കി, അവരുടെ പ്രഭുക്കന്മാരെയും നേതാക്കന്മാരെയും അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം നല്ല ആളുകളെല്ലാം ചങ്ങലക്കിട്ട് പൂട്ടി അടിമകളായി കൽദായ നാട്ടിലേക്ക്, ബാബിലോണിലേക്ക്, നെബൂഖദ്നേസറിന്റെ നാട്ടിലേക്ക് അവർ വലിച്ചിഴച്ച് കൊണ്ടുപോയി. അങ്ങനെ നീണ്ട 70 വർഷം നെബൂഖദ്നേസറിനും അവൻ്റെ പുത്രന്മാർക്കും അടിമവേല ചെയ്ത് ആ നാട്ടിൽ ഈ ജനം, ദൈവത്തിൻ്റെ ഈ ജനം കണ്ണുനീരിൽ അങ്ങോട്ട് കുതിർന്ന്, അങ്ങനെ കണ്ണുനീരിൽ കുതിർന്ന് എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതരും നിന്ദിതരുമായി തകർന്നു കിടക്കുമ്പോൾ ഒരുപക്ഷെ ഈ ജനത്തിൻ്റെ അഹങ്കാരം കുറഞ്ഞിട്ട് പ്രാർത്ഥന അല്പം കൂടിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയർന്ന് ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും ശരി, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം: ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികൾ നല്ല ബോധം കൊടുക്കണമേ, ഈ പീഡനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഭരണാധികാരികൾ നല്ല ചിന്ത കൊടുക്കണേ, ഞങ്ങളോട് അലിവ് തോന്നിക്കണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. കാരണം ഞെരുക്കം ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥന ഉയരുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ എന്തായാലും ശരി, ഈ 70 വർഷങ്ങൾ കണ്ണുനീരിൽ കതർന്ന് ഈ ജനങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ അതാ ഒരു പുതിയ സംഭവ വികാസം അവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ബാബിലോൺ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം ഒന്ന് ആക്രമിച്ച് കീഴടക്കി പേർഷ്യൻ സാമ്രാജ്യം ഉയർന്ന് ബാബിലോൺ പേർഷ്യയുടെ അടിമത്തത്തിലേക്ക് പോയി. അങ്ങനെ സൈറസ് രാജാവ് ഭരണാധികാരിയായി. സൈറസ് രാജാവിനോട് ആരും പറഞ്ഞില്ല. സൈറസ് രാജാവിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ആലയം ജെറൂസലേമിലാണ്. ആ ജെറൂസലം തകർന്നു കിടക്കുകയാണ്. ആ ജെറൂസലം പുതുക്കി പണിയണം. ഈ യഹൂദന്മാരെല്ലാം ജെറൂസലേമിലേക്ക് വിടണം. ആ നെബൂഖദ്നേസർ അവിടുന്ന് കട്ടും മോഷ്ടിച്ചും കൊണ്ടുവന്ന ആ സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ദേവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ആരും തോന്നിക്കാതെ ദൈവത്തിൻ്റെ ഒരു പ്രേരണ ഇതാ ഈ സൈറസ് എന്ന് പറഞ്ഞ ഈ ചക്രവർത്തിയുടെ ഉള്ളിലേക്ക് തന്നെ തോന്നുകയാണ്. സൈറസ് ഉടനെ തന്നെ ഒരു വിളംബരം രാജ്യം മുഴുവൻ അങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. അതാണ് 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ജെറമ്യ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ 1-ാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു, ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദയായിലെ ജെറൂസലേമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നോക്കുക, ഒരു മന്ത്രിയോ MLA യോ ഒരു ഇൻഫ്ലുവൻസ് ഒരു സമ്മർദ്ദ ഗ്രൂപ്പോ ഒന്നും അങ്ങോട്ട് ചെന്നില്ല. ഒരു പ്രതിനിധി സംഘം പോയൊരു മെമ്മോറാണ്ടം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. സൈറസ് രാജാവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ദൈവിക പ്രേരണ കിട്ടുകയാണ്. ഭൂമിയിലൊരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയണം, ഈ യഹൂദ ജനത്തെ എല്ലാം അങ്ങോട്ട് വിടണം, ഒരു തോന്നിപ്പ് വരികയാണ്. തുടർന്ന് യെസ്രായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം അവർ വീണ്ടും നിർമ്മിക്കട്ടെ. ജെറൂസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറൂസലേമിലെ ദേവാലയത്തിന് വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ കൂടി നൽകി യാത്രയാക്കട്ടെ. നോക്കുക, ഈ ജനങ്ങളെ വിട്ടയക്കണമെന്ന് മാത്രമല്ല, അവിടുന്ന് കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല, ഈ ജനങ്ങൾ എവിടെയെല്ലാം വസിക്കുന്നോ അവിടെ വസിക്കുന്ന തദ്ദേശവാസികൾ ഇവർക്ക് വേണ്ടി സ്വർണം, വെള്ളി, മൃഗങ്ങൾ, സ്വാഭീഷ്ട കാഴ്ചകൾ, ദേവാലയത്തിലേക്കുള്ള ഒരുപാട് സംഭാവനകൾ ഇതെല്ലാം കൊടുത്ത് യാത്രയാക്കണമെന്ന് രാജാവ് ഒരു വിളംബരം രാജ്യത്ത് പുറപ്പെടുവിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്താ? ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. ആരും പറഞ്ഞിട്ടില്ല, ദൈവം ഇടപെട്ടു, ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഉത്തേജനങ്ങൾ ലഭിക്കും, അവർക്ക് ദൈവത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കും, അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടും. നല്ല നല്ല നിയമങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള താല്പര്യവും ഈ ജനത്തിന് നാശം വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും ഇതെല്ലാം ദൈവം തൻ്റെ ഇടപെടലുകളിലൂടെ ഭരണാധികാരികൾക്ക് നൽകണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ രാജ്യത്തെ പ്രജകൾ, രാജ്യത്തിൻ്റെ ജനം ഭരണാധികാരികൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തനിക്ക് കിട്ടിയ കൃപയുടെ തോതനുസരിച്ച് ഈ കാര്യം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും ഇപ്രകാരം ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, മുഖ്യമന്ത്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, MP-മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, മന്ത്രിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, MLA-മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കളക്ടർമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ന്യായാധിപന്മാർക്ക്, ജഡ്ജിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പട്ടണത്തിൻ്റെയും ഗ്രാമങ്ങളുടെയും ദേശത്തിൻ്റെയും അധിപതികളായി ദൈവം നിയമിച്ചാക്കിയ ഓരോ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അവരിലൂടെ ദേശത്തിന് വേണ്ടിയുള്ള വലിയ നന്മകൾ അവരിലൂടെ ദൈവം വർഷിക്കുക തന്നെ ചെയ്യും. നാം വാ പൊളിച്ച് കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം, നമ്മുടെ ജില്ലയുടെ ഭരണാധികാരിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പേര് ചൊല്ലി പേരാന്തരം സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ദൈവികമായ സമാധാനം ഉണ്ടാവും. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ കുടുംബങ്ങളിൽ ദൈവികമായ അനുഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ. ഇത് ഭരണത്തിന് കീഴിലിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ദൈവവചന പ്രകാരമായ ഒരു കടമയാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണം. നികുതി അവകാശപ്പെടും നികുതി, ചുങ്കം അവകാശപ്പെടും ചുങ്കം, ബഹുമാനം അർഹിക്കുന്നതിന് ബഹുമാനം, പ്രാർത്ഥന അർഹിക്കുന്നതിന് പ്രാർത്ഥന കൊടുക്കണം. ഹല്ലേലൂയ. ഈ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവരാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിലും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലും നമ്മുടെ സമൂഹം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് രാജ്യത്തിൻ്റെ അധികാരികളെ സ്നേഹിച്ച് പേര് ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയ ദൈവജനമേ, ഇത് നിസ്സാര കാര്യമല്ല. ഇത് രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ തക്കവണ്ണം ദൈവികമായ ഒരു ക്രമീകരണമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. സ്ലീഹന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാരിലൂടെ ഈ കാര്യങ്ങൾ പ്രബോധിപ്പിച്ച അതേ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. സ്ലീഹന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവേ, പൂരിതരാക്കിയ പാവനാത്മാവേ, സ്ത്രീയന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ജ്ഞാനവും ഉണർവും ശക്തി വിവേകണമേ, ഇപ്പോൾ നിറയ്ക്കണമേ. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും തേകണമേ. കരങ്ങൾ ഉയർത്തി ആത്മാവിനെ അയക്കണമേ, എന്നകതാരിത ഒരുക്കി. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കണമേ, എന്നകതാരിത ഒരുക്കി. ആത്മാവിനെ അയക്കണമേ, എന്നകതാരിത ഒരുക്കി. കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ
ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുലിഖിതം. നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം അവിടുന്ന് തിരികെ നൽകും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. മകനെ മകളെ, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അത്യുന്നതമായൊരു പ്രാർത്ഥനയാണ് യേശുവേ യേശുവേ എന്ന് വിളിക്കുക എന്നുള്ളത്. യേശുവിൻ്റെ രക്ഷാനാമത്തെ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ, ഉറക്കെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഇടപെടണമേ, ഇടപെടണമേ. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ